എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസൂൺ. കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നവരെ അധികം ആൾക്കാർക്കും ടെൻഷൻ ആയിരിക്കും. ഇനി കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നവരെയായിരിക്കും അടുത്ത ടെൻഷൻ. നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനാവട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിനാവട്ടെ, ഒരു ലാബിനാവട്ടെ, എവിടുന്ന് കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഓൺലൈനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ചെക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് അറിയേണ്ടത്? ഈ ഒരു വിഷയത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു Dofody. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അത് ക്രോം ആവാം, സഫാരി ആവാം, ഏത് ബ്രൗസർ ആയാലും കുഴപ്പമില്ല. അതിൽ ഗൂഗിളിൻ്റെ പേജ് എടുത്തിട്ട് ലാബ്സിസ് ഹെൽത്ത് കേരള എന്ന് ടൈപ്പ് ചെയ്യുക. LABSYS ഹെൽത്ത് കേരള. സെർച്ച് റിസൾട്ടിൽ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാൻ സാധിക്കുന്നതാണ്. അവിടുന്ന് ക്ലിക്ക് ചെയ്താലും നേരെ ഈ സൈറ്റിലേക്ക് പോകും. ഈ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കേരള സർക്കാരിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാബ് ഡയഗ്നോസിസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന വെബ്സൈറ്റിലേക്കാണ് ഈ ലിങ്ക് നമ്മളെ കൊണ്ട് ചെല്ലുന്നത്. ഈ പേജിൽ 3 കാര്യങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന SRF നമ്പർ. രണ്ടാമതായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പർ. മൂന്നാമതായിട്ട് ക്യാപ്ച എൻ്റർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് 3 സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ തന്നെ നമ്മളുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് SRF നമ്പർ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജായിട്ട് വന്നിട്ടുണ്ടാവും. അവിടെ നിന്നും എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത ലാബിൽ വിളിച്ച് ചോദിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അതായത് ആരോഗ്യ പ്രവർത്തകനെ വിളിച്ച് ചോദിച്ചാലും SRF നമ്പർ കിട്ടുന്നതായിരിക്കും. എന്നിട്ടും നിങ്ങൾക്ക് SRF ID കിട്ടിയിട്ടില്ലെങ്കിൽ SRF നമ്പറിൻ്റെ തൊട്ട് താഴെ ഇഫ് യു ഡോണ്ട് നോ SRF ID ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ നമുക്ക് ഏത് ദിവസമാണ് നിങ്ങളുടെ സ്വാബ് എടുത്തിട്ടുള്ളത് ആ ദിവസം കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം. അതൊരു കലണ്ടറിലാണ് കാണിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ ഡേറ്റ് വരെ കിട്ടുള്ളൂ. അതായത് നിങ്ങൾ ഒരു 3 മാസം മുമ്പെയാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്തത് അത് ചൂസ് ചെയ്യുക. മൂന്നാമതായി നിങ്ങളുടെ പേര് എന്താണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പേര് കൊടുക്കുക. ഇതിൻ്റെ 3 ലെറ്റേഴ്സ് എങ്കിലും മിനിമം കൊടുക്കേണ്ടതാണ്. അടുത്തത് ക്യാപ്ച. വീണ്ടും ശ്രദ്ധിച്ച് തന്നെ എൻ്റർ ചെയ്യണം. ക്യാപ്ച തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ക്യാപ്ച കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ക്യാപ്ച മനസ്സിലാവുന്നില്ലെങ്കിൽ ക്യാപ്ചൻ്റെ അടുത്തുള്ള റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും മാറി മാറി വരും. മനസ്സിലാവുന്ന രീതിയിലുള്ള ക്യാപ്ച വന്നു കഴിഞ്ഞാൽ ആ ക്യാപ്ച മാത്രം എൻ്റർ ചെയ്യുക. ഈ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SRF ID കാണിച്ചു തരും. നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് തെറ്റാണെങ്കിൽ നോ ഡാറ്റ അവൈലബിൾ എന്നായിരിക്കും കാണിക്കുന്നത്. ഇനി SRF ID കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഡൗൺലോഡ് ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ പേജിലേക്ക് തന്നെ പോകാം. SRF ID കൊടുക്കാം. ഫോൺ നമ്പറും കൊടുത്ത് ക്യാപ്ച വീണ്ടും കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ട് ഒരു PDF ഫയൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിസൾട്ടും അവരെന്നാണോ ചെയ്തത് അവരുടെ പേര് ഫോൺ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ റിസൾട്ടും നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. കോവിഡിൻ്റെ ടെസ്റ്റും അതിൻ്റെ വാക്സിൻ ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിനി നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.